ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ വരവേൽക്കുവാനായിട്ടാണ് നമ്മൾ ഈ 25 ദിവസം ഉപവാസം നോക്കി നോമ്പ് നോറ്റ് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ ആ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അന്ധകാരത്തെയല്ല, അന്ധകാരമാകുന്ന പിശാചിനെ സ്നേഹിക്കുവാനല്ല, മറിച്ച് പ്രകാശമാകുന്ന ക്രിസ്തുവിനെ അധികമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കൽ വിശുദ്ധ ബെർണാഡിത്തയോട് ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് പാപിയെന്ന്. അതിന് മറുപടി തന്നെ ഈശോ തന്നെ തിരിച്ച് പറയുന്നു, പാപം ചെയ്യുന്നവനല്ല, മറിച്ച് പാപത്തെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പാപി എന്ന് പറയുക. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് പറഞ്ഞതുപോലെ അന്ധകാരത്തെ സ്നേഹിക്കാതിരിക്കുക. അന്ധകാരത്തെ സ്നേഹിക്കാതെ പ്രകാശത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. പാപം ചെയ്തവന് പരിഹാരമുണ്ട്, പാപത്തെ സ്നേഹിക്കുന്നവന് പരിഹാരമില്ല. പാപം ചെയ്തവൻ്റെ പരിഹാരത്തിൻ്റെ ഫലമായിട്ടാണ് കുരിശിൽ ചിന്തപ്പെട്ട ഈശോയുടെ രക്തം. ഈശോ നമുക്ക് വേണ്ടി മുറിവേറ്റ് നമുക്ക് വേണ്ടി മരണം വരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ് മരണം വരിക്കുവാനായിട്ട് തയ്യാറായി. അതുകൊണ്ട് പാപത്തെ സ്നേഹിക്കാതിരിക്കുക. പാപിയായിരിക്കാം നമ്മളെല്ലാവരും, പക്ഷേ പാപത്തെ സ്നേഹിക്കാതെ പാപത്തെ വെറുക്കാനായിട്ട് പ്രകാശമാകുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.